Hello guys, welcome back to Sideline Football. Another Premier League weekend and Arsenal dropped points again. കഴിഞ്ഞ ആഴ്ച പ്രീമിയർ ലീഗ് വീക്കെൻഡിൽ ഫുൾഹാമിനെതിരെയായിരുന്നു ഒരു 1-1 ഡ്രോ പിടിച്ച് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തത് ആർസണൽ പ്രീമിയർ ലീഗിൽ. ഈ ഒരാഴ്ചയിലേക്ക് വന്നപ്പോൾ ഹോം സ്റ്റേഡിയത്തിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആർസണൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തത് എവർട്ടന്റെ കൂടെയാണ്. ഒരു ഗോൾലെസ് ഡ്രോയാണ് ആർസണലിന് നേടാൻ കഴിഞ്ഞത് എവർട്ടനെതിരെ. ഇനി മത്സരത്തിലേക്ക് ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും 4-3-3 ഫോർമേഷനിലായിരുന്നു ടീമിനാണ് നിരത്തിയിരുന്നത്. അതിൽ ആർസണലിന്റെ ലൈനപ്പിൽ ആർസണൽ ഫാൻസിനൊക്കെ കുറച്ച് സന്തോഷപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിഫൻസിൽ സെൻട്രൽ ബാക്കിലേക്ക് ഗബ്രിയേൽ തിരിച്ചു വന്നു. ഹാംസ്ട്രിങ് ഇഞ്ചുറിക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു എന്നുള്ളതാണ്. മറ്റൊരു സന്തോഷം തന്ന കാര്യം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ലൂയിസ് കെല്ലി അദ്ദേഹത്തിന്റെ പൊസിഷൻ കീപ്പ് ചെയ്തു എന്നുള്ള കാര്യമാണ്. കാരണം മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരം മൊണാക്കോക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിനെ ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആർട്ടറ്റ. പക്ഷെ പ്രീമിയർ ലീഗ് മാച്ചിലേക്ക് വരുമ്പോൾ വീക്കെൻഡിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് എഗെയിൻ ആ പഴയ ജൂലിയൻ ടിംബറിനെ ലെഫ്റ്റ് ബാക്കിലേക്ക് ഇട്ട് റൈറ്റ് ബാക്കിൽ തോമസ് പാർട്ടിനെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ആർസണൽ ഫാൻസിന്. ബട്ട് എനിവേ, ജൂലിയൻ ടിംബർ റൈറ്റ് ബാക്കിൽ തന്നെ തുടർന്നു. അതേപോലെ ലൂയിസ് കെല്ലി അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെ കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. സോ ഈ രണ്ടും ആർസണൽ ഫാൻസിന് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആവേശം തന്നൊരു കാര്യമായിരുന്നു. ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആർസണലിന് എല്ലാം ഉണ്ടായിരുന്നു. ബോൾ ഡോമിനേഷൻ ഉണ്ടായിരുന്നു, നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു, പൊസഷൻ ഉണ്ടായിരുന്നു, അറ്റാക്കിംഗ് തേർഡിൽ പ്രസൻസ് ഉണ്ടായിരുന്നു. ഡിഫെൻസീവ്ലി എവർട്ടന്റെ ഭാഗത്ത് കാര്യമായിട്ട് ത്രെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഗോൾ അടിക്കാൻ മാത്രം ആർസണൽ പ്ലേയേഴ്സിന് പറ്റിയില്ല എന്നുള്ളതാണ്. മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ ആർസണലിന് കിട്ടിയിരുന്നു, ആർസണൽ പ്ലേയേഴ്സിന് കിട്ടിയിരുന്നു. പക്ഷെ ഒന്നും മുതലാക്കാൻ പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൽ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡെഗാർഡിന് തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 അവസരങ്ങൾ കിട്ടിയിരുന്നു. 3 അദ്ദേഹത്തിന്, അതിൽ ഒരു ഷോട്ട് ജോൺ പിക്ഫോർഡ് എവർട്ടൺ ഗോൾ കീപ്പറായ പിക്ഫോർഡ് സേവ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 2 ഷോട്ടുകളും അദ്ദേഹത്തിന്റെ ഒരെണ്ണം ആകാശവാണിയും ഒരെണ്ണം ഒരു ഗ്രൗണ്ട് ഷോട്ട് പുറത്തേക്ക് അടിച്ചുകളയാണ് ചെയ്തത്. അതേപോലെ സാക്കയ്ക്ക് സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഗംഭീര അവസരം കിട്ടിയിരുന്നു. പക്ഷെ അഗെയിൻ പിക്ഫോർഡ് അത് സേവ് ചെയ്തു. മാർട്ടിൻ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് മാർട്ടിനിലേക്ക് നല്ലൊരു അവസരം കിട്ടിയിരുന്നു, അതും പിക്ഫോർഡ് സേവ് ചെയ്തു. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ആർസണലിന് ഈ 2 ഹാഫിലായിട്ട് ചേർത്ത് കിട്ടിയായിരുന്നു. പക്ഷെ ഒന്നും മുതലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർസണൽ പ്ലേയിലെ ഇന്റൻസിറ്റി ആയിരുന്നു. അതിൽ എസ്പെഷ്യലി ഞാനത് ഫസ്റ്റ് ഹാഫിനെ ബ്ലെയിം ചെയ്തേ പറയുള്ളൂ. കാരണം ഫസ്റ്റ് ഹാഫിൽ എവർട്ടന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റും ആർസണലിന്റെ എതിർ ബോക്സിലേക്ക്, എനിക്ക് തോന്നുന്നു മത്സരത്തിന് ആദ്യത്തെ 10 മിനിറ്റിൽ ഒരു തവണയാണ് എവർട്ടൺ ആർസണലിന്റെ ബോക്സിനകത്തേക്ക് കയറിയത്. ഡെക്കോറെ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസ് ആയിരുന്നു. പക്ഷെ അത് ഡെക്കോറെ കിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷോട്ട് ഡിഫൻഡറായ ഗബ്രിയേൽ സ്ലൈഡ് ചെയ്തൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഡേവിഡ് റൈക്കൊന്നും ടെസ്റ്റ് ആയിരുന്നില്ല അത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റും ആർസണൽ ഹാഫിലേക്ക് എവർട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഡോമിനേഷനും അത്രയ്ക്കും കൺട്രോളും ആർസണലിന്റെ കയ്യിൽ തന്നെയായിരുന്നു. ബട്ട് ആ ഒരു ഇന്റൻസിറ്റി, അറ്റാക്കിംഗ് ഇന്റൻസിറ്റി, ഒരു ഗോൾ നേടാനുള്ള ഒരു ഇന്റൻസിറ്റി കാണിക്കാൻ ആർസണൽ പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത്യാവശ്യമല്ല, വളരെ കൂടുതൽ ക്ഷമയൊക്കെ എടുത്തുള്ള ഒരു കളിയായിരുന്നു ആർസണലിന്റെ. സോ അത് തന്നെ ഫസ്റ്റ് ഹാഫിന് അത്യാവശ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബോറിംഗ് സ്റ്റേജിലേക്ക് മാറ്റിയിരുന്നു. ഇതൊരു പാറ്റേൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആർസണലിന്റെ. നമ്മളിപ്പോൾ വാച്ച് ലോങ് ഇട്ടിരുന്നു. സോ ആ സമയത്തും ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. ആർസണൽ ഫസ്റ്റ് ഹാഫിൽ നല്ല ഡോമിനേഷനും കൺട്രോളും ബോളിന്റെ മേലുണ്ടാവും, മത്സരത്തിലുടനീളം ആർസണലിന്റെ പ്രസൻസ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഗോൾ അടിക്കാനുള്ള ഇന്റൻസിറ്റി അവിടെ കൊണ്ടുവരാറില്ല. അതും കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അൺവാണ്ടഡ് പ്രഷറിലേക്ക് പോകും. അവസാനത്തെ നിമിഷങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ മത്സരം വെറുതെ ഒരു അങ്കലാപ്പിലേക്ക് പോകുന്ന സാഹചര്യം അച്ചട്ട് പോലെ പറഞ്ഞതുപോലെ തന്നെ അത് ഈ ഒരു മത്സരത്തിന് സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എവർട്ടൺ കുറച്ചും കൂടി ഇന്റന്റ് എടുത്തു തുടങ്ങി ആർസണൽ ഹാഫിലേക്ക് കയറാനായിട്ട്. ആർസണലാണെങ്കിൽ പിന്നീട് ഒരു 75 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആകെ അങ്കലാപ്പിലേക്ക് എങ്ങനെയും ഗോൾ അടിക്കണം എന്നുള്ള രീതിയിലായി. ക്രോസസ് ഒന്നും കൃത്യത വരാതെയായി. സോ അറ്റ് ദി എൻഡ് ആ ഫസ്റ്റ് ഹാഫിൽ കൊടുക്കേണ്ട ഇന്റൻസിറ്റി കറക്റ്റ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ മേ ബി ബ്ലോക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സേവ് ചെയ്യപ്പെട്ട ചാൻസുകൾ അല്ലാതെ തന്നെ മേ ബി അഗെയിൻ കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഗോളാക്കാനും മത്സരം സീൽ ചെയ്യാനും ആർസണലിന് കഴിഞ്ഞാൽ അത് ആർസണൽ പ്ലേയേഴ്സ് മിസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് സോൺഡീഷ് എന്ന് പറയുന്ന കോച്ചിനെയാണ്, എവർട്ടന്റെ കോച്ചിനെ. എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ ഇപ്പോൾ മിക്കൽ ആർട്ടറ്റയുടെ ഒരു ടാറ്റിക്സും കാര്യങ്ങളെല്ലാം ഏറെക്കുറെ മറ്റുള്ള പ്രീമിയർ ലീഗ് കോച്ചസ് എല്ലാം അത്യാവശ്യം അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ ഒരു മത്സരത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ആർസണലിന്റെ ഏറ്റവും സ്ട്രോങ് സോൺ എന്ന് പറയുന്നത് റൈറ്റ് വിങ് ആണ്. സോ റൈറ്റ് വിങ്ങിൽ ബുക്കായോ സാക്കയെ ഡബിൾ മാർക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കാര്യമായൊരു ത്രെറ്റ് വരുന്നില്ല. സോ അതങ്ങനെ തന്നെ. ആൻഡ് മിഡ് ബ്ലോക്ക് ഒരു ലോ ഡിഫെൻസീവ് ബ്ലോക്ക് സെറ്റപ്പ് ചെയ്യുന്നു. ആർസണലിന്റെ ക്രോസസ് വ്യക്തമായി ഡീൽ ചെയ്യുന്നു. അറ്റ് ദി എൻഡ് ആർസണലിന് ഗോൾ അടിക്കാൻ ഓപ്പൺ പ്ലേയിൽ നിന്ന് കഴിയാതെ വരുന്നു. സോ
എവർട്ടൺ ശരിക്കും എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് വന്നിരിക്കുന്നത് ഗോൾ അടിച്ച് ജയിക്കണം എന്നുള്ളൊരു ഉദ്ദേശമേ എവർട്ടൺ ഉണ്ടായില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഡിഫൻസ് പിടിച്ച് ആർസണലിനെ ഗോൾ അടിപ്പിക്കാതെ ഒരു പോയിന്റുമായിട്ട് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നിന്ന് പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ ഒരു ഡ്രോ അവർക്ക് വിജയമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. കാരണം ആർസണൽ പോലുള്ള ഒരു ശക്തമായ ഒരു ടീമിനെതിരെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഒരു ഡ്രോ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണ്ടീഷനും കൂട്ടർക്കും അത് ചെറിയൊരു നേട്ടമല്ല. എനിവേ ദേ ഡിഡ് ദാറ്റ് പെർഫെക്റ്റ്ലി എന്നുള്ളതാണ്. ആൻഡ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആർസണലിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസും അപ് ടു ദ മാർക്ക് ആയിരുന്നില്ല എന്നുള്ളതാണ്. 60ാമത്തെ മിനിറ്റ് ആയിക്കുമ്പോൾ തന്നെ എല്ലാവരും സർപ്രൈസ്ഡ് ആയിക്കൊണ്ട് ആർസണൽ മിക്കേൽ ആർട്ടറ്റ ഒരു ഡബിൾ ചേഞ്ച് നടത്തുകയാണ്. ഡെക്ലാൻ റൈസിനെയും മാർട്ടിൻ ഒഡഗാർഡിനെയാണ് അദ്ദേഹം മാറ്റിയത്. സോ ഡെക്ലാൻ റൈസിന്റെ കാര്യം പറഞ്ഞാൽ മത്സരത്തിന് ശേഷം പിന്നെ മിക്കേൽ ആർട്ടറ്റ പറഞ്ഞു അതൊരു ഇഞ്ചുറി കൺസേൺ ഉള്ള കാരണം നടത്തിയ ഒരു ചേഞ്ച് ആണെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. പകരം ജോർജീനോയാണ് കൊണ്ടുവന്നത്. പക്ഷെ ജോർജീനോ ഒരു ഗോൾ കണ്ടെത്തേണ്ട സാഹചര്യത്തിൽ അറ്റാക്കിംഗ് ഇൻപുട്ട് തരാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ ഇനി മാർട്ടിൻ ഒഡഗാർഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിൻ ഒഡഗാർഡിന് വളരെ മോശപ്പെട്ട ഒരു മാച്ച് ആയിരുന്നു അത്. നല്ല നല്ല ചാൻസുകൾ മാച്ചിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചാൻസ് ഒക്കെ അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷോട്ട് പുറത്തേക്ക് പോകുന്നു. സോ അതുപോലെ തന്നെ അറ്റാക്കിംഗ് തേർഡിൽ അല്ലെങ്കിൽ അറ്റാക്കിംഗ് ബോക്സിനകത്തേക്ക് വരുമ്പോൾ ഒരു ഫൈനൽ പാസ് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ കണക്ട് ചെയ്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തൊരു സാഹചര്യമൊക്കെ വരുന്നു. സോ ഇറ്റ് വാസ് വെരി ബാഡ് ഡേ ഫോർ മാർട്ടിൻ ഒഡഗാർഡ് എന്ന് പറയാം. അതിന് പകരമായിട്ട് ഈതൻ ന്യൂനറി കൊണ്ട് ഓക്കെ ദാറ്റ്സ് എ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ്. പക്ഷേ ഈതൻ ന്യൂനറി വന്നതിന് ശേഷം ആ ഒരു പ്ലെയറിനും ആ ഒരു എവർട്ടൺ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈതൻ ന്യൂനറിയുടെ ഒരു സ്പെഷ്യൽ എബിലിറ്റിയാണ് പുറത്തുനിന്ന് ഷോട്ട്സ് എടുക്കുക എന്നുള്ളത്, ലോങ് ഡിസ്റ്റൻസ്. അതും കാര്യമായിട്ട് ഈ മാച്ചിൽ വർക്കൗട്ട് ആയിട്ടില്ല. ഇനി പിന്നെ മറ്റുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ മിക്കേൽ മെറീനോനെ മാറ്റിയിട്ട് ഗബ്രിയേൽ ജീസസിനെ ഇറക്കുന്നു. അറ്റാക്കിങ്ങിൽ അവസാന നിമിഷങ്ങളിലേക്ക് അറ്റാക്കിങ്ങിലേക്ക് ഒരു ബോക്സിനകത്ത് ഒരു എക്സ്ട്രാ പ്രസൻസ് ആയിട്ട് ഗബ്രിയേൽ ജീസസിനെ ഇറക്കി വിടുന്നുണ്ട്. ഓക്കെ അത് കുറച്ചുകൂടി വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവാണ്. മാർട്ടിനെല്ലിയെ മാറ്റിക്കൊണ്ട് ട്രൊസാർഡിനെ ഇറക്കുന്നു. മാർട്ടിനെല്ലിയുടെ പെർഫോമൻസ് ആദ്യമേ അത്യാവശ്യം വീക്കായിരുന്നു. ഇതിപ്പോൾ സ്ഥിരം ഒരു കാഴ്ചയാണ്. അതിനുശേഷം ട്രൊസാർഡ് വരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ട്രൊസാർഡിനെ വിങ്ങിലിടുന്നതിന് പകരം കുറച്ചും കൂടി ഗോൾ പോസ്റ്റിന് അടുത്തേക്കുള്ള ഒരു പൊസിഷനിലേക്ക് ഒരു ഹാഫ് സ്പേസിലേക്കാണ് ട്രൊസാർഡിനെ യൂസ് ചെയ്തതിന് അദ്ദേഹം കുറച്ചും കൂടി ത്രെറ്റനിങ് ആയേനെ എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ആൻഡ് അതേപോലെ ലൂയിസ് കെല്ലിയെ മാറ്റിയിട്ട് എഗെയിൻ തോമസ് പാർട്ടിയെ കൊണ്ടുവരുന്നു. സോ എഗെയിൻ ആ പഴയ സംഭവത്തിലേക്ക് തന്നെ ജൂലിയൻ ടിമ്മറിനെ റൈറ്റ് ബാക്കിൽ നിന്ന് ലെഫ്റ്റ് ബാക്കിലേക്ക് തട്ടുന്നു, തോമസ് പാർട്ടി റൈറ്റ് ബാക്ക് പൊസിഷൻ എടുക്കുന്നു. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം തോമസ് പാർട്ടിയുടെ അറ്റാക്കിംഗ് ഇൻപുട്സ് എത്രത്തോളം വരും എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. സോ എഗെയിൻ ഒരു ഓവർലാപ്പിംഗ് വർക്കൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോ ആർസണലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സും കാര്യമായിട്ട് വർക്ക്ഡ് ഔട്ട് ആയില്ല, വർക്ക് ചെയ്തില്ല ആർസണലിന്റെ ഒരു വിക്ടറിക്ക് വേണ്ടി എന്നുള്ളതാണ്. മറ്റൊരു മേജർ ഇവന്റ് മത്സരത്തിലുണ്ടായത് തോമസ് പാർട്ടിയെ എവർട്ടൺ ബോക്സിൽ വീഴ്ത്തിയതിന് ആർസണൽ ഉയർത്തിയൊരു പെനാൽറ്റി അപ്പീലായിരുന്നു സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തെ സെക്ഷനിലേക്ക്. പക്ഷേ ഓൺഫീൽഡ് റെഫറി ഡിസിഷൻ നോ പെനാൽറ്റി ആയിരുന്നു. എനിക്ക് VAR ചെക്ക് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു സ്ട്രോങ് കോണ്ടാക്ട് അവിടെ വന്നിരുന്നില്ല എന്നുള്ളതാവാം VAR കണ്ടെത്തിയത്. സോ ആ ഒരു അപ്പീൽ അവിടെ VAR തള്ളിക്കളയാനുണ്ടായത്. എനിവേ ഇത്രയും നോമിനേഷൻ ഉണ്ടായിട്ടും ആർസണൽ ഗോൾ നേടാൻ കഴിയാഞ്ഞത് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിൽ മറ്റു കോച്ചസ് അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളും ആർസണലിന്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ ഏറെക്കൂടെ പഠിച്ചു കഴിഞ്ഞു, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. സോ മിക്കേൽ ആർട്ടറ്റ ഹാസ് ടു ഫൈൻഡ് മോർ വേസ് ടു സ്കോർ ഇതേപോലുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോൾ. സോ നമ്മൾ സാധാരണ സെറ്റ് പീസ് FC എന്നൊരു ചില പേരുണ്ട് ആർസണലിന്. പക്ഷെ ഇത്തവണ സെറ്റ് പീസസും കാര്യമായിട്ട് ആർസണലിനെ തുണച്ചില്ല എന്നുള്ളതാണ്. ഒരു കോർണറിൽ നിന്ന് ചെറിയൊരു അവസരം, അത് ഒരു 50-50 ചാൻസ് പോലെ വില്യം സാലിബയ്ക്ക് കിട്ടിയതാണ്, ഡിഫൻഡറായ സാലിബയ്ക്ക് കിട്ടിയതാണ്. പക്ഷെ ഒരു ക്ലിയർ കട്ട് ചാൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്വിക്ക് റിയാക്ഷൻ ടൈം ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. സോ എനിവേ മറ്റുള്ള വഴികൾ ഇനി മിക്കേൽ ആർട്ടറ്റ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം സീസൺ ഇത്രയേ ആയിട്ടുള്ളൂ, ഇനിയും ലോങ് വേ പോകാനുണ്ട്. സോ അതിൽ എൻ്റെ ഒരു സജഷൻ, എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് കൗണ്ടർ അറ്റാക്കിങ്ങിൽ ആർസണൽ കുറച്ചും കൂടി ക്ലിനിക്കൽ ആവണം എന്നുള്ളതാണ്. ലിവർപൂൾ കൈൻഡ് ഓഫ് കൗണ്ടർ അറ്റാക്കിംഗ് അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു മത്സരം നോക്കി കഴിഞ്ഞാൽ എവർട്ടനായുള്ള മത്സരം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി, കൗണ്ടർ അറ്റാക്കിംഗ് ഫേസ് ആർസണൽ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കൗണ്ടർ അറ്റാക്കിന്റെ പകുതി എത്തുമ്പോഴേക്കും ആർസണൽ പ്ലേയേഴ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ ബാക്ക് ടു പൊസഷൻ ഫുട്ബോൾ എന്നൊരു സിസ്റ്റത്തിലേക്ക് വീണു പോകുന്നുണ്ട്. സോ സംടൈംസ് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പൊസഷൻ ഗെയിം വർക്ക്ഡ് ഔട്ട് ആവാത്ത സമയങ്ങളിൽ, ഇതേപോലെ ഡീപ് ബ്ലോക്ക് ഒക്കെ പിടിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ കൗണ്ടർ അറ്റാക്കിങ്ങിന് നല്ല പങ്ക് വഹിക്കാനുണ്ടോ മത്സരത്തിലെ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നതിൽ. സോ മേ ബി ആർസണൽ ആ ഒരു ഏരിയയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായിട്ട് പ്രീമിയർ ലീഗിൽ 4 points ആണ് ആർസണൽ ഡ്രോപ്പ് ചെയ്തത്. അതിൽ ഈ ആഴ്ച കുറച്ചും കൂടി കോസ്റ്റ്ലി ആണെന്ന് ഞാൻ പറയും. കാരണം ലിവർപൂള്, ടേബിൾ ടോപ്പേഴ്സായ ലിവർപൂള് ഫുൾഹാമിനെതിരെ ഒരു 2-2 ഡ്രോയാണ് പിടിച്ചത്. സോ ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത ഒരു സാഹചര്യത്തിൽ ആർസണലിന് ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാനുള്ള നല്ലൊരു ചാൻസ് ആയിരുന്നു അത്. പക്ഷേ അതും ആർസണൽ അവിടെ മിസ് ചെയ്തു.
ലിവർപൂൾ മത്സരത്തിൽ ആൻഡി റോബർട്ട്സിന് ഫസ്റ്റ് ഹാഫിൽ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം ഫൈറ്റ് ചെയ്താണ് ലിവർപൂൾ 86ാമത്തെ മിനിറ്റിൽ ജോട്ടയുടെ ഗോളിലാണ് അവർ ആ 2-2 എന്നുള്ളൊരു സ്കോർ ലൈനിലേക്ക് എത്തിയത്. ദേ റിയലി ഷോഡ് ദ ചാമ്പ്യൻസ് മെന്റാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു ഗ്യാപ്പ് ഒന്ന് കുറയ്ക്കാനുള്ള ഒരു വലിയൊരു ചാൻസാണ് ആർസണൽ ഇവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെയാണ് ലിവർപൂളിന്റെ മാച്ച് മാറ്റി പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. സോ ആ ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ അവിടെയും കുറയ്ക്കാമായിരുന്നു. എഗെയിൻ ആർസണൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഈ ഒരു അവസരം, ഗ്യാപ്പ് കുറയ്ക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി എന്ന് പറയാം. വല്ലാത്തൊരു സാറ്റർഡേ ആയിരുന്നു. കാരണം പ്രീമിയർ ലീഗിൽ നോക്കുകയാണെങ്കിൽ ആർസണൽ ഡ്രോ അടിക്കുന്നു, ലിവർപൂൾ ഡ്രോ ആകുന്നു, ജർമ്മൻ ലീഗിൽ ബയൺ മ്യൂണിച്ച് തോൽക്കുന്നു മെയിൻസിനെതിരെ 2-1 സ്കോർ ലൈനിൽ. ലാലീഗയിൽ കറണ്ട് ചാമ്പ്യൻസ് റയൽ മാഡ്രിഡ് റയൽ വാലക്കാനയുടെ കൂടെ 3-3 ഡ്രോ പിടിക്കുന്നു. അങ്ങനെ ഇറ്റ് വാസ് എ ഹെൽ ഓഫ് എ സാറ്റർഡേ. ഇനി ആർസണലിന്റെ അടുത്ത മത്സരം വരുന്നത് ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് മിഡ് വീക്കിൽ. EFL കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസ് ആണ്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് മത്സരം നടക്കുന്നത്. സോ ഞാൻ പറയുകയാണെങ്കിൽ ആ മത്സരത്തിൽ മെയിൻ താരങ്ങൾക്കെല്ലാം റെസ്റ്റ് കൊടുത്ത് ഒരു ബി ടീമിനെ ഇറക്കി വിടാണ്ട് മേജർ പ്ലേയേഴ്സിനെ തന്നെ ഇറക്കി ആ ഒരു മത്സരം സീൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം EFL കപ്പും ഒരു ട്രോഫിയാണ്. പ്രീമിയർ ലീഗിന്റെ അത്രയും തിളക്കമില്ലെങ്കിലും കുറെ കാലമായിട്ട് ഒരു ട്രോഫിയാണ് കേട്ടോ. സോ ഏതെങ്കിലും ഒരു ട്രോഫി എന്നുള്ളൊരു സാധ്യത ആർസണൽ മിസ് ചെയ്യരുത്. ഈ ഒരു മത്സരം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യേണ്ട ഒരു മത്സരമായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൻ്റെ ഗ്രോത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എസ്പെഷ്യലി ആർസണൽ ഫാൻസിലേക്ക്. അതേപോലെ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.